പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, 2025 ഏറ്റവും പുതിയ വഹാബികളുടെ പുതിയ തൗഹീദ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അതായത് സ്ത്രീകൾക്ക് ജുമുഅക്ക് പങ്കെടുക്കാം, ജമാഅത്തിന് പങ്കെടുക്കാം എന്ന വാദത്തിന് പുറമേ ഇപ്പോൾ 2025 അത് പുതിയ വാദവുമായിട്ട് വഹാബികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ജുമുഅക്ക് ഇനി സ്ത്രീകൾക്ക് മാത്രമല്ല അന്യമതസ്ഥർക്കും പങ്കെടുക്കാം എന്ന ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ പുതിയ തൗഹീദ് കടന്നു വന്നിരിക്കുന്നത്. ആ വാർത്തയിലേക്ക് പോയിട്ട് നമുക്ക് ബാക്കി പറയാം. മതസൗഹാർദ്ദവും ഐക്യവും വിളിച്ചോതി കണ്ണൂർ തലശ്ശേരി പുന്നോലിൽ സൗഹൃദ ജുമാ സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച നടന്ന ജുമാ നമസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി ഇതര മതവിഭാഗക്കാർ കൂടി പുന്നോൽ ത്വയ്യിബ് ജുമാ മസ്ജിദിലെത്തി. ജമാഅത്തെ ഇസ്ലാമി പ്രാദേശിക ഘടകങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു സൗഹൃദ കൂട്ടായ്മ. പുന്നോൽ മേഖലയിലെ സാമുദായിക സൗഹൃദവും സഹവർത്തിത്വവും ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടായിരുന്നു സൗഹൃദ ജുമാ സംഘടിപ്പിച്ചത്. ജുമാ നമസ്കാരം നേരിൽ കാണുന്നതിനൊപ്പം മുസ്ലിം സമുദായത്തിന്റെ ആചാരങ്ങളെയും മതപരമായ മൂല്യങ്ങളെയും നേരിട്ട് പരിചയപ്പെടാൻ കൂടി അവസരമൊരുക്കുന്നതായിരുന്നു പരിപാടിയുടെ ഉദ്ദേശം. സൗഹൃദം, സഹവർത്തിത്വം, പരസ്പര ബഹുമാനം എന്നിവയാണ് സമാധാനത്തിന്റെ അടിത്തറയെന്നതായിരുന്നു പരിപാടിയുടെ സന്ദേശം. ഈ പരിസരങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ ഒക്കെ ഇവിടെ പ്രത്യേകം ക്ഷണിച്ച് കൊണ്ടുവന്ന് അവർക്ക് ഈ വെള്ളിയാഴ്ചത്തെ ജുമുഅ എന്താണ്, അതിൻ്റെ ചടങ്ങുകൾ എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുന്നതോടൊപ്പം ഈ ചടങ്ങിൽ പരസ്പരം സൗഹൃദങ്ങൾ പങ്കിടാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി പുന്നോൽ ഘടകവും പുന്നോൽ ഈസ്റ്റ് ഘടകവും സംയുക്തമായാണ് സൗഹൃദ ജുമുഅ സംഘടിപ്പിച്ചത്. മീഡിയ 1 കണ്ണൂർ. പ്രിയമുള്ള സഹോദരന്മാർ, ഇവരുടെ വാക്കിലും പ്രവർത്തനത്തിലുമൊക്കെ പെട്ടുപോയ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊന്ന് പുനർവിചിന്തനം നടത്തണം. ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും ഒരു വലിയ ഇബാദത്തിലൊന്നാണ് വെള്ളിയാഴ്ചയിലെ ജുമുഅ എന്ന് പറയുന്നത്. അത് കളങ്കപ്പെടുത്തിയിട്ട് അതെല്ലാം അവരുടെ എന്തൊക്കെയോ കാര്യലബ്ധിക്ക് വേണ്ടിയിട്ട്, അതൊരു പക്ഷേ ഇലക്ഷനാകാം, അതല്ലെങ്കിൽ അവർ തീവ്രവാദികൾ എന്ന് പറയുന്ന ആ ലേബലിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ടാകാം, അങ്ങനെ പലതുമാകാം. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ജുമുഅ നഷ്ടപ്പെടുത്തിയിട്ട് കേവലം ഒരു ഗ്രാമീണ സഭ പോലെ, ഒരു മീറ്റിംഗ് പോലെ നിങ്ങളുടെ ജുമുഅയും ജമാഅത്തുമൊക്കെ ഇവർ ആക്കി തീർക്കുന്നതിൻ്റെ രംഗം നിങ്ങൾ തിരിച്ചറിയണം. ഇവർ പല വിഷയങ്ങളിലും സുന്നികളോട് ചോദിക്കാറുണ്ട്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ, അതല്ലെങ്കിൽ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ, അതല്ലെങ്കിൽ താബികളോ ചെയ്തിട്ടുണ്ടായിരുന്ന വിഷയമാണോ നിങ്ങൾ ചെയ്യാറുള്ളത് എന്ന് പല വിഷയത്തിലും അവർ ചോദിക്കാറുണ്ട്. ഇതേ ചോദ്യം തിരിച്ചു ചോദിക്കുമ്പോൾ അവർ മറുപടി പറയാറില്ല. ഒന്നാമത്തെ വിഷയം മാതൃഭാഷയിലുള്ള ഖുത്ബ. ഏത് സ്വഹാബിയാണ്, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലയാളത്തിൽ ഖുത്ബ ഓതിയിട്ടുള്ളത്? പല സ്വഹാബിമാരും അന്യനാട്ടിൽ പോയിട്ടുണ്ട്, പല നാടുകളിൽ പോയിട്ടും അവർ സേവനം ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നാട്ടിൽ പോയിട്ട് ആ നാട്ടിലെ മാതൃഭാഷ കൊണ്ട് ഏതു സ്വഹാബിയാണ് ഖുത്ബ നടത്തിയിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ അതിനെല്ലാം പുറമെ പുതിയൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്, ഏത് സ്വഹാബിയാണ്, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏത് ഖുത്ബയിലാണ് അന്യമതസ്ഥർ വന്ന് പങ്കെടുത്ത് ജുമുഅ കൂടിയിട്ടുള്ളത് എന്നുള്ളതും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത, സ്വഹാബത്ത് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുകയും, എന്നാൽ അതൊന്നും ഞങ്ങളല്ല ചെയ്യുന്നത്, നബി തങ്ങളും സ്വഹാബത്തും ചെയ്യാത്ത കാര്യങ്ങൾ, ഇബാദാത്തുകൾ നിങ്ങളാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഇരട്ടത്താപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇവർക്ക് മുഅ്മിനീങ്ങളുടെ ഇബാദത്ത് നഷ്ടപ്പെടുത്തുന്നതിലുള്ള ആ വ്യഗ്രത എത്രത്തോളമുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം വെച്ച് കാണിച്ചു തരാം. മുമ്പ് ഞാൻ പറഞ്ഞതാണ്, ഒരു വഹാബി വിദ്വാൻ മക്കത്ത് പോയിരുന്നുകൊണ്ട് അവൻ പറയുകയാണ്, അവന് വലിയ വിഷമാണ്. എന്താ വിഷമം? ഇവിടെ സുന്നികളാരും നിസ്കരിക്കാൻ വരുന്നില്ല, സുന്നി സ്ത്രീകളാരും നിസ്കരിക്കാൻ വരുന്നത് അവന് കാണുന്നില്ല എന്നുള്ളതാണ് പരാതി. ഏത് സ്ഥലത്തിരുന്നിട്ടാണ്, എവിടെ ഇരുന്നിട്ടാണ് പറയുന്നത് എന്നോർക്കണം. മക്കത്തിരുന്നു കൊണ്ട് പറയാണ്, അവൻ സ്ത്രീകളാരും പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കുന്നില്ല, സുന്നി സ്ത്രീകളാരും പങ്കെടുക്കുന്നില്ല, അതാണ് അവൻ്റെ വിഷമം. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്ക് മക്കയല്ല, സ്ത്രീകൾക്ക് മദീനയല്ല, ആ പള്ളിയല്ല ഉത്തമം, അവരുടെ വീടാണ് ഉത്തമം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനൊക്കെ മറികടന്നുകൊണ്ട് ഇവൻ്റെ വിഷമം പറഞ്ഞ് ഇവൻ കണ്ണീരൊലിപ്പിക്കുകയാണ് മക്കത്ത് പോയിരുന്നിട്ട്. അതൊന്ന് കേൾക്കാം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, മക്കയിലാണ് ഉംറയ്ക്ക് വേണ്ടി വന്നതായിരുന്നു. ഇവിടെ കണ്ട ഏറ്റവും സങ്കടമുള്ള ഒരു കാഴ്ച പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സമ്പത്ത് മുടക്കി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്രതീക്ഷിച്ച് ഹറമിൽ വരുന്നത് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് അതിൽ മുഴുകാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ പുണ്യങ്ങൾ ഏറെ കരസ്ഥമാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെയൊക്കെ നാട്ടിലെ പള്ളിയിൽ അപേക്ഷിച്ച് 1,00,000 മിനിറ്റ് പ്രതിഫലം ജമാഅത്തിന് ഇവിടെ ഉണ്ട്. 1,00,000 എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ മനസ്സിലാക്കേണ്ടി. നമ്മുടെ നാട്ടിലെ പള്ളിയിനേക്കാളും 3400 ഇരട്ടിയാണത്. എന്ന് പറഞ്ഞാൽ 3400 പ്രാവശ്യം നമ്മുടെ പള്ളിയിൽ ജമാഅത്തിന് പോകുന്ന പ്രതിഫലം ഒറ്റവട്ടം ഇവിടെ കിട്ടും. 740ഓളം ദിവസം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പോകുന്ന നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ജമാഅത്തിന് പോകുന്ന പ്രതിഫലം ഒറ്റ ജമാഅത്തിനൂടെ കിട്ടും. പക്ഷെ അത് നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ ഭാഗം ഇവിടെ ഉണ്ട്. അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഉംറയ്ക്ക് വേണ്ടി വരുന്ന സുന്നി സഹോദരിമാരാണ്. അവര് ജമാഅത്തിന്റെ സമയം വരേക്കും പള്ളിയിലുണ്ടാവും. ജമാഅത്തിന്റെ സമയമാകുമ്പോൾ ബാങ്ക് കേൾക്കുമ്പോൾ അവിടെ നിന്ന് അവരിറങ്ങി അവർ റൂമുകളിലേക്ക് മടങ്ങിപ്പോവും. ഇത് കാണുന്ന ഇവിടുത്തെ പാകിസ്ഥാനികളും ഹിന്ദികളൊക്കെ നമ്മോട് ചോദിക്കുക, കേരളത്തിലെ സ്ത്രീകൾക്ക് മാത്രമല്ല ഇങ്ങനത്തെ പ്രത്യേകത, എല്ലാവരും അങ്ങനെയാണ് എന്നല്ല. പക്ഷെ ഇവിടെ വരുന്ന മഹാഭൂരിപക്ഷം സുന്നി ഗ്രൂപ്പുകൾ വരുന്ന ആളുകളും ഇങ്ങനെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ ആളുകൾ ഇവിടെ എത്താൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, സ്വപ്നങ്ങൾ കുന്നുകൂട്ടി അള്ളാഹുവിനോട് നിറകണ്ണൊലിച്ചാണ്. അവർക്ക് സാമ്പത്തികമായിട്ട് ഇതിന് ഭദ്രതയില്ലാത്ത ആളുകളൊക്കെയും വലിയ പ്രയാസത്തിലാണ്. പക്ഷെ എല്ലാത്തിനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകിയിട്ട് ഇവിടെ എത്തിയിട്ട് അത്രയും വലിയ പുണ്യം നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകളെ കാണുമ്പോൾ എന്തൊരു സങ്കടം എന്നറിയോ, വിഷമാണ്, ദുഃഖമാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ച വാചകം, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ ദാസികളായ സ്ത്രീകളെ അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് നിങ്ങൾ തടയരുതെന്ന് വിശുദ്ധ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി നമ്മളോട് കൽപ്പിക്കുന്നു. എന്നിട്ടും എന്ത് ധൈര്യത്തിലാണ് സ്ത്രീകൾ പുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കാൻ പാടില്ല എന്ന് സ്ഥിരപ്പെട്ട ഒറ്റ ഹദീസെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിന്റെ പേരിലാണ് അത്രമേൽ ആഗ്രഹിച്ച് ഇവിടെ വരുന്ന സമൂഹത്തിന്റെ വലിയ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം അതീവ ഗൗരവത്തിലൊന്ന് ആലോചിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഉംറക്ക് വരുമ്പോൾ അതീവ ഗൗരവത്തിൽ ആലോചിക്കണം. എൻ്റെ പ്രതിഫലം നഷ്ടമാകാൻ പാടില്ല. അള്ളാഹു എനിക്ക് വലിയൊരു അവസരം നൽകിയിട്ട് അത് ആരെങ്കിലും ഒക്കെ പറയുന്ന വർത്തമാനങ്ങളിലൂടെ നഷ്ടപ്പെടുത്തേണ്ട ഒരാളല്ല ഞാൻ എന്ന ചിന്തയോടുകൂടി ഏറെ ഗൗരവത്തിൽ നമ്മൾ ഈ വിഷയത്തെ മനസ്സിലാക്കണം. വലിയ സങ്കടമാണ് ആ കാഴ്ച കാണുമ്പോൾ. നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് അത്രയും കഷ്ടപ്പെട്ടു വന്ന് ഇടങ്ങേറായി പള്ളിയിലേക്ക് ഇങ്ങനെ വേയിച്ച് നടക്കുന്ന ആളുകൾ പോലും ജമാഅത്തിന് സമയമാകുമ്പോൾ മടങ്ങിപ്പോരാന്നൊക്കെ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കുന്നത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. രസകരമെന്ന് പറയട്ടെ, ഇതേ മക്കത്തെ അല്ലെങ്കിൽ ഹറമിലെ ഇമാമ് തന്നെ അദ്ദേഹത്തിൻ്റെ ഖുതുബയിൽ പറയുന്നുണ്ട്, പുരുഷനും സ്ത്രീയുമൊക്കെ ഇബാദാത്തുകളിലൊക്കെ ഒരുപോലെ കൽപ്പിക്കപ്പെട്ടവരാണെങ്കിലും സ്ത്രീകൾ നിസ്കരിക്കേണ്ടത് അവരുടെ വീട്ടിലാണ്, ഹറമിലല്ല. ഹറമിൽ കൂലികളുണ്ട്, പക്ഷേ സ്ത്രീകൾക്ക് ഉത്തമം അവരുടെ വീടാണ് എന്ന് ആ ഇമാമ് തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. والمرأة مأمورة بما يؤمر به الرجال من العبادات من تلاوة القرآن والدعاء والصدقة والذكر والتوبة والاستغفار وقيام الليل إلا أن صلاتها في دارها خير لها من صلاتها في المسجد. قال النبي صلى الله عليه وسلم وبيوتهن خير لهن. رواه أحمد. ഇനി എൻ്റെ മുഅ്മിനീങ്ങളായ സാധുക്കളായ ഇവരുടെ വാക്കിലും പ്രവർത്തനത്തിലുമൊക്കെ പെട്ടുപോയവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങളുടെ ഇബാദത്തുകളെല്ലാം ഇവരെങ്ങോട്ടാണ് വഴി തിരിച്ചു വിടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് എന്തൊക്കെയോ ദുനിയാവിൻ്റെ ആവശ്യങ്ങളുണ്ട്. അത് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പാടുപെടുന്നതും നിങ്ങളുടെ ഇബാദത്ത് നഷ്ടപ്പെടുത്തുന്നതും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്? സുന്നികളാണ് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. നിങ്ങളൊന്ന് ചിന്തിക്കണം, പുനർവിചിന്തനം നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും നമുക്കൊക്കെയും ഖൈറായ പാത അല്ലാഹു കാണിച്ചു തരുമാറാകട്ടെ.